ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളൊരു ബുഷ് ഓറഞ്ചിൻ്റെ കമ്പ് കട്ട് ചെയ്തും കഴിഞ്ഞ് അത് വേര് പിടിപ്പിക്കാനുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ബുഷ് ഓറഞ്ചിൻ്റെ കമ്പ് അതിലെങ്ങനെ വേര് പിടിപ്പിക്കാൻ നോക്കാം. ഇതിപ്പോൾ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു കമ്പാണ്, നല്ല കായ ഉണ്ടാകുന്നൊരു മരത്തിൽ നിന്നുള്ളൊരു കമ്പ് എടുത്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കുക, എത്രയും പെട്ടെന്ന് വേര് പിടിപ്പിക്കാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. അതിനിപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പ് എടുത്തിട്ട് ചെയ്യേണ്ട പണി, ഒരു കമ്പിൻ്റെ താഴെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി ഒന്ന് പോക്കുക. ഈ തൊലി ഒന്ന് പോക്കി ഇങ്ങനെ ഒന്ന് നല്ലോണം ചെത്തി ഒന്ന് പോക്കുക. താഴെ ഭാഗത്ത് ഇതിപ്പോൾ ഞങ്ങൾ റൂട്ട് ഹോർമോണാണ്. ഇതിപ്പോൾ ഞാൻ ശരിയായിട്ട് എയർ ലെയറിങ്ങിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു റൂട്ട് ഹോർമോണാണ്. അപ്പോൾ ആ റൂട്ട് ഹോർമോണ് ഇതിൽ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. അത് പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റിയ റൂട്ട് ഹോർമോണാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇവിടെ താഴെ ഭാഗത്ത് പറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് വേര് പിടിച്ച് വരിക. ഇതിനാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെയാണ് ഇതാക്കിയിട്ട് ഇല ഒന്നും വെക്കണമെന്നില്ല, ഇലയൊക്കെ നമുക്ക് ഒഴിവാക്കണം. ഇലയൊക്കെ വന്നോളൂ. ഇലയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കണം. ഇങ്ങനെ വെച്ചാൽ ഇനി ചെറുതായിട്ടൊന്ന് കറ്ററുവൻ്റെ ഈ ജെല്ല് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ കറ്ററുവൻ്റെ ജെല്ല് നല്ലൊരു റൂട്ട് ഹോർമോണാണ്. ഇത്ര മതി. ഇത് നമ്മളിത് പോട്ടിമിക്സ് നിറച്ചൊരു കവറാണ്. പോട്ടിമിക്സ് നിറച്ചിട്ടാണ് ഈ കവറിൽ. അപ്പോൾ അതിൽ നടുക്കൊരു ഹോളുണ്ടാക്കിയിട്ട് ഇതിൽ വെക്കുക. ഇത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അത്രയും മതി. ഇതിപ്പോൾ ഒരു 2 മാസം മുമ്പ് നമ്മൾ പിന്നെ ഒരു കമ്പ് നട്ടൊരു ബുഷ് ഓറഞ്ചിൻ്റെ തൈയാണിത്. ഇതിപ്പോൾ ചെറുതായിട്ട് തൂമ്പൊക്കെ വന്ന് ഇനി നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നടുക. ചട്ടിയിലേക്ക് മാറ്റി നട്ട് കുറച്ച് വളമൊക്കെ കൊടുത്ത് മാറ്റി നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വേരൊക്കെ പിടിച്ചിട്ടുണ്ടാവും, ശരിക്കും വേരൊക്കെ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അത് ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഒരു കവറാണ്. ഇതിലേക്ക് അതിന് മാറ്റി നടണം. ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ചട്ടിക്ക് 2 മാസമൊക്കെ ആയ തൈയാണ്. 2 മാസമായിട്ട് ഇതിൻ്റെ കമ്പ് പിന്നെ നട്ടിട്ട് ട്രിപ്പൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അതിന് മാറ്റി നടണം. ഏതായാലും വേരൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം. വേരൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വേര് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ സ്ഥിതി ഇപ്പം ഇങ്ങനെ വേര് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുണ്ടോ വേര് പിടിച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയതാണ്. മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല വളമുള്ള ആദ്യം നമ്മൾ വെണ്ടയൊക്കെ പാകാൻ വെണ്ടയൊക്കെ നട്ട ഒരു ഇതാണ് ഇതിൻ്റെ പോട്ടി മിക്സാണ്. ഇത് വളമൊക്കെ ഉള്ള നല്ലോണം അമ്പിച്ച് സൈഡൊക്കെ അമ്പിച്ച് കുറച്ച് ചാണകപ്പൊടി. ഇത് ചാണകപ്പൊടിയാണ്. ഈ ചാണകപ്പൊടി കുറച്ച് കൊടുക്കുക, അധികം വേണ്ട, കുറച്ച് മതി. വേരൊക്കെ നല്ലോണം മണ്ണിൽ പിടിച്ചിട്ട് മാത്രം ബാക്കിയുള്ള പണി. മതി ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ അത് ഏതെങ്കിലും കുറച്ച് ഒരു 15 ദിവസം ചോല തണലത്തിട്ട് വെക്കുക. മഴയുള്ളതിനേക്കാളും പ്രശ്നമില്ല, എന്നാലും തണലത്ത് വെക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് 3-4 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ തേപ്പ് വന്ന് നല്ലോണം കായ് ഉണ്ടായിരിക്കും. ഒരു 6 മാസം കൊണ്ടൊക്കെ കായ് ഉണ്ടാവും. ഈ ഒരു പ്ലാന്റ് ഞാൻ ഒരു 6 മാസം മുമ്പ് കമ്പ് കട്ട് ചെയ്ത് ഞാൻ ചട്ടിയിൽ വെച്ച അപ്പോൾ വേര് പിടിച്ച് രണ്ടാമത് ചട്ടിയൊക്കെ മാറ്റി. ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു. 2 മാസം കഴിയുമ്പോൾ തന്നെ വേരൊക്കെ പിടിച്ച് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ കായായി. ഇതാണ് ബുഷ് ഓറഞ്ചാണ്. ഇപ്പോൾ ഏകദേശം കായ് കുറച്ച് കായൊക്കെ ഉണ്ടായി. 6 മാസമൊക്കെ കഴിഞ്ഞ്. ഇത് പെട്ടെന്ന് നമുക്ക് മൂത്ത കൊമ്പുണ്ടെങ്കിൽ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ് ഉണ്ടാവും. ചട്ടിയിൽ വെച്ചാലാണ് പെട്ടെന്ന് കായ് ഉണ്ടാകുക. നിലത്ത് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കായ് ഉണ്ടാവില്ല. ഏകദേശം ഒരു കൊല്ലമൊക്കെ വർഷമൊക്കെ കഴിയണം, പെട്ടെന്ന് കായ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മൂത്ത കൊമ്പ് വെക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഇന്ന് പിന്നെ തൂമ്പ് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ പൂക്കൾ വരെ വരും. ഇതാണ് അതിൻ്റെ വരും. ഏകദേശം 6-6.5 മാസം ആയി ഞാനിത് കമ്പ് കുത്തിയിട്ട്. അതിൽ 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ചട്ടി മാറ്റി. ചെറിയ കവറിലായിരുന്നു ആദ്യം, പിന്നെ ചട്ടിയൊക്കെ മാറ്റി. ഇപ്പോൾ ഈ ചട്ടിയിലാണ് ഇപ്പോൾ വളർന്ന് കായ്, കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്നുകൊണ്ട് മാറ്റി കൊടുക്കാനായി.